നെക്സ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിൽ ഹിസാന ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നിരുന്നു കേട്ടോ. അവിടുന്ന് പാട്ടെല്ലാം പാടി ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഒരു 4 മണിക്കൂറോളം ഉണ്ടായിരുന്ന യാത്രയായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ ഞങ്ങൾ എത്തി. അടിപൊളിയായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ. ഞങ്ങൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുകയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. കുറച്ച് പേര് സ്ലോ ആയിട്ടും കുറച്ച് പേര് ഫാസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തു. മുളം കാടുകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. തണലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു ക്ഷീണമൊന്നും വന്നില്ല. നമ്മുടെ മരങ്ങളൊന്നും ഇല്ലാത്തടത്ത് വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് വെയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് ഉറവേ അല്ലേ, അത് വെള്ളം കെട്ടി നിൽക്കണേ. നമുക്ക് അവിടെയാണ് പോകണ്ടേട്ടാ. അതെ തന്നെ, നമുക്ക് മുമ്പ് പോയിട്ട് ദൂരെ കാണുന്ന മല അഗസ്ത്യാർകൂടം കേട്ടോ. പിന്നെ അവിടെ നിന്ന് അത്രയും ദൂരം ഉണ്ടെന്ന് കേട്ടത് പിന്നെ ഞങ്ങളുടെ എനർജി ഉള്ളതും കൂടെ പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ എത്തി. നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എത്തുന്നു. അവിടെ നമുക്കൊരു ചെറിയ ഉറവയൊക്കെ കിട്ടി. ഞങ്ങൾ വാട്ടറൊക്കെ റീഫില്ല് ചെയ്തു. നല്ല വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടിരുന്ന ഒരു തണലത്ത് പോയി ഭക്ഷണം എല്ലാം കഴിച്ചു. ബിരിയാണി ആയിരുന്നു നമുക്ക് അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഈ ട്രക്കിങ്ങിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ മടിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഗൈഡ് അത്ര നിർബന്ധിച്ച് പോയത് എന്തുകൊണ്ടും വെറുത്തായിരുന്നു. പോയില്ലായിരുന്നെങ്കിൽ ഈ ട്രക്കിങ്ങിനൊരു അർത്ഥം ഉണ്ടാവുകയില്ലായിരുന്നു. ഞങ്ങൾ മുകളിലെത്തി. നമ്മുടെ റിസർവോയറും നമ്മുടെ അഗസ്ത്യാർകൂടം മലയും നെയ്യാർ ഡാമും ഒക്കെ അവിടെ നിന്ന് കാണാമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. തൊട്ടടുത്തുള്ള മലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. നല്ല വ്യൂ ആയിരുന്നു. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കോച്ചും ജോചായനും നമ്മുടെ അനീഷും കൂടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള 360 ഡിഗ്രിയിലുള്ള വ്യൂ എന്ന് പറയുന്നത്. എന്ത് ഭംഗിയായിരുന്നല്ലേ. നമ്മുടെ ആകാശം മുതൽ താഴെ വരെ അടിപൊളിയാണെന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കതിർമുറി ട്രെക്കിംഗ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. Ready? 1, 2, 3. അങ്ങോട്ട് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ചവിട്ടി പിടിച്ച്. അതെന്തെങ്കിലും ഉണ്ട്.